എല്ലാവർക്കും സൈക്കോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനഃശാസ്ത്ര ചിന്താധാരകളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിൽ വരുന്നതാണ് ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം, ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം, സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ടിസം, വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം, മാനസിക അപഗ്രഥനം സൈക്കോ അനാലിസിസ്, മാനസിക അപഗ്രഥനം അഥവാ സൈക്കോ അനാലിസിസ്, മാനവികതാവാദം ഹ്യൂമാനിസം, ജ്ഞാനനിർമ്മിതിവാദം കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ ഏതൊക്കെയാണ് മനഃശാസ്ത്ര ചിന്താധാരകൾ? ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം, ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം, സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ടിസം, വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം, മാനസിക അപഗ്രഥനം സൈക്കോ അനാലിസിസ്, മാനവികതാവാദം ഹ്യൂമാനിസം, ജ്ഞാനനിർമ്മിതിവാദം അഥവാ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ നമുക്ക് ഇനി ഓരോ ചിന്താധാരകളായിട്ട് നോക്കാം. ആദ്യമായി ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം. ഘടനാവാദം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം വൂണ്ടാണ്. വില്യം വൂണ്ടിനെ നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നതും വില്യം വൂണ്ടാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ സൈക്കോളജി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെരിമെൻ്റ് വേണ്ട എന്നായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വില്യം വൂണ്ട്, വേണ്ട വൂണ്ട്. ഓക്കെ. അടുത്തതായിട്ട് ഘടനാവാദത്തിൽ അപഗ്രഥനത്തിന് വേണ്ടിയിട്ട് വിധേയമാക്കിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംവേദനം അഥവാ സെൻസേഷൻ, പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ, സ്മൃതി, വികാരം, ഉദ്ദേശ്യം എന്നിവയ്ക്കാണ് ഘടനാവാദികൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വില്യം വൂണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സൈക്കോളജി ലാബ് സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. സ്ഥലം ജർമ്മനിയിലെ ലെപ്സിങ്ങിൽ, വർഷം 1879. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നതും വില്യം വൂണ്ടാണ്. ഘടനാവാദത്തിന് വിധേയമാക്കിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് എന്നതായിരുന്നു പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഘടനാവാദത്തിൽ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതായിരുന്നു. അടുത്ത മനഃശാസ്ത്ര ചിന്താധാരയാണ് ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം. ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം നമുക്കിത് ഫെമിലിയർ ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫങ്ഷണലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫാദർ ഓഫ് ഫങ്ഷണലിസം, ധർമ്മവാദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ്. ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി എന്നറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ്. അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്ക എന്നുള്ളത് അമ്മയായിട്ട് എടുക്കാൻ പറഞ്ഞിരുന്നു. അമ്മയുടെ ഭാഗത്തായിരിക്കും എപ്പോഴും ധർമ്മം, അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും ജയിക്കും എന്നാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ധർമ്മവാദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം ജെയിംസ് ആണ്. ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി എന്നറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ്. ധർമ്മവാദത്തിൽ മനസ്സിൻ്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ ധർമ്മവാദത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് എന്തിനായിരുന്നു? മനസ്സിൻ്റെ പ്രവർത്തന ഘടകങ്ങൾക്കായിരുന്നു. ഓക്കെ. ധർമ്മവാദികളുടെ ചിന്താധാര എന്താണ്? പരിസരവുമായി ഇണങ്ങിപ്പോകാൻ ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണ് എന്നതായിരുന്നു ധർമ്മവാദത്തിൻ്റെ ചിന്താധാര. പരിസരവുമായി ഇണങ്ങിപ്പോകാൻ ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണ്. ഇതായിരുന്നു ധർമ്മവാദത്തിൻ്റെ ചിന്താധാര. ധർമ്മവാദം അഥവാ ഫങ്ഷണലിസത്തിന് പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം എന്നിവയാണ് അപഗ്രഥനത്തിന് വിധേയമാക്കിയിരുന്ന ഘടകങ്ങൾ. ധർമ്മവാദത്തിൽ വില്യം ജെയിംസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷണലിസ്റ്റാണ് ജോൺ ഡൂയി. ഇനി സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ടിസം. സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ട് സൈക്കോളജി എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ ജസ്റ്റാൾട്ടിസം എന്നത് ജർമ്മൻ വാക്കാണ്. ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന കോൺസെപ്റ്റ് ജർമ്മനിയിൽ രൂപം കൊണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. ജസ്റ്റാൾട്ട് സൈക്കോളജി എവിടെയാണ് രൂപം കൊണ്ടത്? ജർമ്മനിയിൽ. ജസ്റ്റാൾട്ടിസം എന്നത് ഒരു ജർമ്മൻ വാക്കാണ്. സമഗ്രതാവാദത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ സമഗ്രതാവാദത്തിൻ്റെ ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട്.
ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട്. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ട് സൈക്കോളജി എന്നും അറിയപ്പെടുന്നു. ജസ്റ്റാൾട്ടിസം എന്നതൊരു ജർമ്മൻ വാക്കാണ്. അപ്പോൾ സമഗ്രതാവാദത്തിൻ്റെ ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട്. അപ്പോൾ ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്നുള്ളതാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട 3 മനഃശാസ്ത്രജ്ഞന്മാരെയാണ്. ആരൊക്കെയാണത്? മാക്സ് വെർത്തിമർ, കോഹ്ലർ, കാഫ്ക. മാക്സ് വെർത്തിമർ, കോഹ്ലർ, കാഫ്ക. ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ജസ്റ്റാൾട്ടിസം. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യമൊന്ന് വിഷ്വൽ ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ആദ്യം പേര് കാണാതെ പഠിക്കുക. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ മാറിപ്പോകത്തില്ല. ആദ്യമായിട്ട് മാക്സ് വെർത്തിമർ, കോഹ്ലർ, കാഫ്ക. ഇതിൽ നമ്മളിപ്പോൾ വീട്ടിൽ നോർമലായിട്ട് എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത്? സീരിയലിലൊക്കെ കാണുന്ന പോലെ പട്ടുസാരി ഒന്നും ഉടുത്തിട്ടില്ലല്ലോ. മാക്സി പോലുള്ള ഡ്രസ്സ്, കാഷ്വലായിട്ടുള്ള മാക്സി പോലുള്ള ഡ്രസ്സൊക്കെ വെയർ ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുവാണ്. ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കും. അത് നമ്മളിപ്പോൾ ഒരു കോഫി ഇട്ട് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഗസ്റ്റിന് കോഫി കൊടുക്കുന്നു. ഗസ്റ്റ് കോഫി കുടിച്ചിട്ട് പറയാണ്, കൊള്ളാം, നല്ല കോഫി, കൊള്ളാം, സൂപ്പർ, ഓക്കെ, കൊള്ളാം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? നമ്മളെ വീട്ടിൽ നമ്മൾ നോർമലായിട്ട് ഏത് ഡ്രസ്സാണ് ഇടുന്നത്? നോർമലായിട്ട് വെയർ ചെയ്യുന്നത് മാക്സി പോലുള്ള ഡ്രസ്സൊക്കെയാണ് വെയർ ചെയ്യുന്നത്. ആ സമയത്താണ് വീട്ടിൽ ഗസ്റ്റ് വരുന്നത്. ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ കുടിക്കാൻ കോഫി കൊടുക്കുന്നു. കോഫി ഗസ്റ്റ് കുടിച്ചിട്ട് എന്താ പറയുന്നത്? നല്ല കോഫി, കൊള്ളാം, ഓക്കെ. ഇനി ഞാൻ ഗസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അത് ജസ്റ്റാൾട്ടിസം കിട്ടാനാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ ഏത് ഡ്രസ്സായിട്ടിരുന്നത്? മാക്സി പോലുള്ള ഡ്രസ്സ് വെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാക്സ് വെർത്തിമർ, ഓക്കെ, മാക്സ് വെർത്തിമർ. അടുത്ത് നമ്മൾ എന്താ ഗസ്റ്റിന് കൊടുത്തത്? കോഫിയാണ് കൊടുത്തത്. കോഫി മീൻസ് കാഫ്ക. കോഫി, കാഫ്ക കിട്ടാനാണ് കോഫി എന്ന് പറയുന്നത്. അപ്പോൾ കോഫി കുടിച്ചിട്ട് ഗസ്റ്റ് എന്താ പറഞ്ഞേ? കൊള്ളാം, അല്ലേ? കോഹ്ലർ, ഓക്കെ, കൊള്ളാം, കോഹ്ലർ. നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റ് വരികയാണ്. നമ്മൾ മാക്സിയൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. മാക്സിയൊക്കെ വെയർ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഗസ്റ്റ് വരുന്നത്. ഗസ്റ്റിന് ഒരു കോഫി കൊടുത്തു. കോഫി കുടിച്ചിട്ട് ഗസ്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞു. ഇതാണ് കണക്ഷൻ. ഓക്കെ. അപ്പോൾ ജസ്റ്റാൾട്ടിസം, ഗസ്റ്റ് എന്നുള്ളതിന് ജസ്റ്റാൾട്ടിസം കിട്ടാനാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞത്. മാക്സി ഇട്ടിട്ടാണ് നിന്നതെന്ന് പറഞ്ഞു, മാക്സ് വെർത്തിമർ. ഓക്കെ. അടുത്ത് ഗസ്റ്റിന് കോഫി കൊടുത്തെന്ന് പറഞ്ഞു, കാഫ്ക. കോഫി കുടിച്ചിട്ട് ഗസ്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞു, കോഹ്ലർ. ഓക്കെ. സമഗ്രതാവാദം എന്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? പ്രത്യക്ഷണം, പെർസെപ്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് സമഗ്രതാവാദം. പെർസെപ്ഷൻ അഥവാ പ്രത്യക്ഷണം എന്നുള്ള കോൺസെപ്റ്റിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് സമഗ്രതാവാദം. അപ്പോൾ സമഗ്രതാവാദത്തിൻ്റെ ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് ദ ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട്. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത. സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ടിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാരാരൊക്കെയാണ്? മാക്സ് വെർത്തിമർ, കോഹ്ലർ, കാഫ്ക. ഓക്കെ. സമഗ്രതാവാദികൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇൻസൈറ്റ് അഥവാ ഉൾക്കാഴ്ചയ്ക്കാണ്. ഇൻസൈറ്റ് അഥവാ ഉൾക്കാഴ്ച. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട ടേം ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ. ഇൻസൈറ്റ് എന്ന ടേം സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇൻസൈറ്റ് തിയറി, അന്തർദൃഷ്ടി സിദ്ധാന്തം. ഇൻസൈറ്റ് തിയറി, അന്തർദൃഷ്ടി സിദ്ധാന്തം സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട തിയറിയാണ് ഇൻസൈറ്റ് തിയറി അഥവാ അന്തർദൃഷ്ടി സിദ്ധാന്തം. അപ്പോൾ ഇൻസൈറ്റ് എന്ന ടേം സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻസൈറ്റ് അഥവാ ഉൾക്കാഴ്ച, അതിനായിരുന്നു സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ടിസം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറിയാണ് ഇൻസൈറ്റ് തിയറി, അന്തർദൃഷ്ടി സിദ്ധാന്തം. അതുപോലെ തന്നെ സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട മറ്റൊരു മനഃശാസ്ത്രജ്ഞനാണ് കെ ലെവിൻ. ജസ്റ്റാൾട്ടിസം അഥവാ സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട മറ്റൊരു മനഃശാസ്ത്രജ്ഞനാണ് കെ ലെവിൻ. ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. കെ ലെവിൻ അല്ലേ,
ലെവൻ എന്നുള്ള വാക്കിനെ 11 എന്നെടുക്കാം. നമ്മൾ മാത്സിൽ 11 എഴുതുന്നത് എങ്ങനെയാണ്? 2 1 ഇട്ടിട്ടാണ്. അതിനെ നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ അത് ഈക്വൽ ടു എന്ന് പറയുന്ന സൈൻ ആവും. അതിന് മലയാളത്തിൽ സമം എന്നാണ് പറയുന്നത്. അപ്പോൾ കെ 11 ലെവൻ എന്ന് ഉള്ള വാക്കിനെ 11 ആയിട്ടെടുത്തു. മാത്സിൽ 11 നമ്മൾ എഴുതുന്നത് 2 1 ഇട്ടിട്ടാണ്. ആ 1നെ ചരിച്ചിട്ടപ്പോൾ സമമായത് സമം. അപ്പോൾ സമഗ്രതാവാദം സമഗ്രതാവാദം എന്നുള്ളത് കിട്ടാനാണ്. അപ്പോൾ നമ്മൾ സമം എങ്ങനെ എഴുതിയത്? 11 1 2 3ൽ നമ്പർ 11നെ നമ്മൾ തിരിച്ചെഴുതി അതിനൊരു സമം പോലെ ഈക്വൽ ടു എന്ന സിമ്പലാക്കി മാറ്റി. അപ്പം സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് കെ ലെവിൻ. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? മനഃശാസ്ത്ര ചിന്താധാരകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ ആദ്യം ഘടനാവാദമാണ് പറഞ്ഞത്. ഘടനാവാദം എന്ന് വെച്ചാൽ സ്ട്രക്ചറലിസമാണ്. സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റ് വില്യം വൂണ്ടാണ്. ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്നറിയപ്പെടുന്നു. ഘടനാവാദികൾ അപഗ്രഥനത്തിന് വിധേയമാക്കിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംവേദനം, പ്രത്യക്ഷണം, സ്മൃതി, വികാരം, ഉദ്ദേശ്യം എന്നിവയാണ്. ആദ്യമായിട്ടൊരു സൈക്കോളജി ലാബ് വില്യം വൂണ്ട് ലെപ്സിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1879 ഇത് സ്ഥാപിച്ചത്. ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. അടുത്ത് ഘടനാവാദികൾ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് എന്നുള്ള ആശയമാണ്. അടുത്ത് നമ്മൾ പറഞ്ഞത് ധർമ്മവാദത്തെക്കുറിച്ചാണ്. ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം. ഫാദർ ഓഫ് ഫങ്ഷണലിസം എന്നറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ്. ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി എന്നറിയപ്പെടുന്നതും വില്യം ജെയിംസ് ആണ്. പ്രവർത്തന ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ഘടനാവാദമാണ്. മനസ്സിൻ്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ഒരു ചിന്താധാരയായിരുന്നു ധർമ്മവാദം. പരിസരവുമായി ഇണങ്ങിപ്പോകാൻ ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണ് എന്ന ചിന്താധാരയായിരുന്നു ധർമ്മവാദികൾക്കുണ്ടായിരുന്നത്. ഇനി ധർമ്മവാദികൾ അപഗ്രഥനത്തിന് വിധേയമാക്കിയിരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം എന്നിവയാണ്. ധർമ്മവാദം അഥവാ ഫങ്ഷണലിസവുമായി ബന്ധപ്പെട്ട മറ്റൊരു സയൻറ്റിസ്റ്റാണ് ജോൺ ഡൂയി. അടുത്തത് സമഗ്രതാവാദം, ജസ്റ്റാൾട്ടിസം അഥവാ ജസ്റ്റാൾട്ട് സൈക്കോളജി എന്നൊക്കെ അറിയപ്പെടുന്നു. ജർമ്മനിയിൽ രൂപം കൊണ്ട സൈക്കോളജിയാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. ജർമ്മൻ വാക്കാണ് ജസ്റ്റാൾട്ടിസം. സമഗ്രതാവാദത്തിൻ്റെ ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് ഹോൾ ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ പാർട്ട്. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്നതാണ് സമഗ്രതാവാദത്തിൻ്റെ ഏറ്റവും വലിയ ആശയം. ജസ്റ്റാൾട്ടിസവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സ് വെർത്തിമർ, കൊഹ്ലർ, കാഫ്ക. കണക്ഷൻ ഉണ്ടായിരുന്നു. ഗസ്റ്റായിട്ട് വീട്ടിൽ ഗസ്റ്റ് വരുവാണ് വീട്ടിൽ. ആ സമയത്ത് നമ്മൾ മാക്സിയൊക്കെ ഇട്ടിട്ടാണ് വീട്ടിൽ നിൽക്കാറ്. അപ്പോൾ നമ്മൾ ഗസ്റ്റ് വന്നപ്പോൾ ഗസ്റ്റിന് കോഫി കൊടുക്കുന്നു. കോഫി കുടിച്ചിട്ട് ഗസ്റ്റ് കൊള്ളാമെന്ന് പറയുന്നു. മാക്സ് വെർത്തിമർ, കൊഹ്ലർ, കാഫ്ക. അടുത്ത് സമഗ്രതാവാദം പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഇൻസൈറ്റ് അഥവാ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സമഗ്രതാവാദികൾ കൊടുത്തിരുന്നത്. ഇൻസൈറ്റ് തിയറി അഥവാ അന്തർദൃഷ്ടി സിദ്ധാന്തം സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട മറ്റൊരു മനഃശാസ്ത്രജ്ഞനാണ് കെ ലെവിൻ. അപ്പോൾ ഇത് കോഡ് ഉണ്ടായിരുന്നു. ലെവിൻ എന്ന വാക്കിനെ 11 ആയിട്ടെടുത്തു. 11 നമ്മൾ ചരിച്ചെഴുതിയിട്ട് അതിനെ സമമാക്കി. ഓക്കെ, ഈക്വൽ ടു എന്നുള്ളൊരു സിമ്പലാക്കി. അതിന് ഈക്വൽ ടുവിനെ മലയാളത്തിൽ സമം എന്നാണ് പറയുന്നത്. അപ്പോൾ സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട മറ്റൊരു സയൻറ്റിസ്റ്റാണ് കെ ലെവിൻ. ഓക്കെ, അടുത്തതായി വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം. വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജെ.ബി. വാട്സൺ. ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ. ഒരാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അയാളുടെ ഒരു സ്വഭാവം ബിഹേവിയറൊക്കെ കാണുമ്പോൾ നമ്മളെന്ത് പറയും? വട്ടനാണെന്ന് പറയും അല്ലേ? വട്ടനാണെന്ന് പറയും. അപ്പോൾ ജെ.ബി. വാട്സൺ ആണ് ബിഹേവിയറിസത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡിംഗ് പോയിൻ്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ്. സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡിംഗ് പോയിൻ്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ്. വ്യവഹാരവാദികൾ മുന്നോട്ട് വെച്ച ആശയം മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണങ്ങളാണ്.
സ്റ്റിമുലസ് റെസ്പോൺസ് ആണ്. വ്യവഹാരവാദികൾ മുന്നോട്ട് വെച്ച ആശയം എന്താണ്? മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണങ്ങളാണ്, സ്റ്റിമുലസ് റെസ്പോൺസ് ആണെന്നാണ് വ്യവഹാരവാദികൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആശയം. അതുപോലെ തന്നെ പഠനമെന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള കണ്ടീഷനിങ് ആണ്. എന്താണ്? പഠനമെന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള കണ്ടീഷനിങ് ആണ് എന്നാണ് ബിഹേവിയറിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ബിഹേവിയറിസം മുന്നോട്ട് വെച്ച ആശയം എന്താണ്? നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളാണ് പഠിക്കേണ്ടത് എന്ന സമീപനമാണ് മുന്നോട്ട് വെച്ചത്. എന്താണ്? നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളെയാണ് പഠിക്കേണ്ടത് എന്ന സമീപനമാണ് ബിഹേവിയറിസം മുന്നോട്ട് വെച്ചത്. അപ്പോൾ വ്യവഹാരവാദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം ഉപജ്ഞാതാവ് ആരാണ്? ജെ.ബി. വാട്സൺ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡിംഗ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ്. മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണങ്ങളാണ്, സ്റ്റിമുലസ് റെസ്പോൺസ് ആണ് എന്ന ആശയമാണ് ബിഹേവിയറിസം മുന്നോട്ട് വെച്ചത്. പഠനമെന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള കണ്ടീഷനിങ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളെയാണ് പഠിക്കേണ്ടത് എന്ന സമീപനം മുന്നോട്ട് വെച്ചത് ബിഹേവിയറിസ്റ്റുകളാണ്. ഓക്കെ. ബിഹേവിയറിസം മുന്നോട്ട് വെച്ച സമീപനമാണ് നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളെയാണ് പഠിക്കേണ്ടത് എന്ന്. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. KTETനും LP UPക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.